നോക്ക് 1,00,000 റുപ്യ ജലേച്ചി. അതിന്റെ പ്രൈസ് ടാഗ് ഒന്ന് കാണിക്കട്ടെ. ഇത് പ്രൈസ് ടാഗ് ഒന്ന് കാണിക്കട്ടെ. 2,00,000 റുപ്യ. പക്ഷെ അതിന്റെ ഇപ്പൊ വയ്യോണിക്ക് ഇതായിരം കൊണ്ട് എന്താണ് 1,00,000 കിട്ടും. ഇതൊക്കെ ചന്ദന. നോക്ക് ഇതിന് കളർ ചേഞ്ച് ഉണ്ട് ചേച്ചി. കളർ നമുക്ക് ഇഷ്ടമായില്ലല്ലോ. അത് ജാസി ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി മേടിച്ചാ. ജാസിക്ക് അറിയില്ല. ഇത് എത്ര സ്റ്റോക്ക് ഇവിടെ പോയിട്ടുണ്ട്? ഇത് മൊത്തം 3 പീസായിരുന്നു. അതിൽ 2 പോയി, ഇനി 1 ഉള്ളൂ. അത് നമ്മൾ തപ്പെടുക്കും. നിങ്ങൾക്കുള്ള ആയിരിക്കും. 1,00,000 ആയിരിക്കും ബാക്കില് ആശിടുന്നത്. രണ്ട് ലക്ഷം ഓഫർ ഉണ്ട്. ആശയുടെ ഗിഫ്റ്റ് അതെ ജാസിക്ക്. നോക്കിയില്ല. അല്ല ഈ ജാസി 1,00,000 2,00,000 എടുക്കാനാ ആരും വിശ്വസിക്കാറില്ല. മനസ്സിലായി. ഞാൻ 2,00,000 ഇതിപ്പോ ഓഫറിന് 1,00,000 ഞങ്ങൾ മേടിക്കാം. ഞങ്ങൾക്ക് കർട്ടൻ അടിക്കാനാ. പിന്നെ എന്നാലും നിങ്ങൾ 1,00,000 ഡിസ്കൗണ്ട് നല്ല സ്മെല്ല്. ഇതെങ്ങനെ 1,00,000 ഡിസ്കൗണ്ട് കൊടുക്കും? ഇപ്പൊ ജാസിക്കാരെങ്കിലും ഓഫർ ഉണ്ടോ? ഇതിന് കളർ ചേഞ്ച് ഉണ്ട് ചേച്ചി. 3 പീസ് ഉണ്ടാവും, 2 പോയി. സോൾഡ് ഔട്ട് ആയി. പോത്തില്ല. ഇത് സുന്ദരിയല്ലേ, അപ്പൊ നന്നായിട്ട് ചേരും. ഇത് ഈ സാരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ സ്പ്രേ അടിക്കണ്ട. അതിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. നല്ല അതിനെ വെട്ടിക്കൊണ്ട് പോവോ ജാസിനെ? ചന്ദന കടത്തേര് നിങ്ങളില്ല ഇവിടെ നടക്കുന്നത്. ആരും ഉണ്ടാ പക്ഷെ ഇത്രയും വിലയുള്ള ഒരു സാരി ജാസിക്ക് മേടിച്ചു കൊടുക്കാൻ ഇപ്പൊ പ്രത്യേകിച്ച് കാരണം തന്നെ. നമ്മള് പൈസ എങ്ങനെയൊക്കെയാ കളയുന്നത്? ഇതൊരു സാരി എടുത്തോളൂ കളയുന്നല്ലോ. കൊണ്ടല്ലോ ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നിനക്ക് മനസ്സിലായില്ലേ? സാരി ഞാൻ എടുത്ത് കാണുന്ന ആൾക്കാര് പറയും. എടുത്ത് നമ്മള് കർട്ടൻ അടിക്കാനല്ലോ. അല്ല എടുത്ത് ഞാൻ എടുക്കും എന്തായാലും സാരി. എപ്പ വേണമെന്ന് പറഞ്ഞാൽ എടുക്കും. അതിനുള്ള പ്രശ്നമൊന്നുമില്ല. ഇതെന്താ മക്കളെ ഏതൊക്കെ കോയിലാണ് അവിടെ? നിങ്ങൾ ഒറ്റ ഇടണം. അത് വേണമെന്ന് ഇപ്പൊ ജാസി വേണം എടുക്കും. വേണം പറയും. അല്ലല്ല കണ്ണുതാ ജാസി എടുക്കണം പറഞ്ഞത് എപ്പോ എടുക്കും. എന്താ വെച്ചാൽ അത്ര വില കൂടി എടുക്കില്ല. അത്രയും വില കൂടി എടുക്കില്ല. അത്രയും വില കൂടി എടുക്കില്ല ഞാൻ എടുക്കുന്നേ. അല്ല ഇപ്പൊ ഞാൻ കാർ വേണ്ട, അത് പറയണ്ട, അത് സർപ്രൈസ് ആയിക്കോട്ടെ. ഇത് ബീബു സെലക്ട് ചെയ്താണ്? അല്ല ഞാൻ സെലക്ട് ചെയ്തല്ല. പക്ഷെ ഇങ്ങനത്തെ കളർ ഉണ്ടായിരുന്നു. കളർ ചേഞ്ച് പക്ഷെ ഈ കളർ സിമ്പിളില്ലേ? ഇതില്ല. പക്ഷെ ഭയങ്കര റേറ്റ് കുറവ്. ഇതെത്രയാ? 500. ഇത്രയും റേറ്റ് കുറഞ്ഞത് ജാസ്തി എടുക്കല്ല. ചന്ദന ജാസി അല്ല ആശി ചന്ദന മേടിച്ചു കൊടുത്ത്. ഇത് മറ്റേ ഇത് പറഞ്ഞ പോലെ അയ്യോ ഇത് 500 രൂപ. കുഴപ്പമില്ല ചേച്ചി, ഇത് ചേച്ചി എടുക്കോ, എനിക്ക് വേറെ സാരി ഉണ്ടെന്ന്. എടി നീ ഈ സാരി നീ എടുക്കില്ല, നീ എടുത്തോ. കണ്ടോ അമ്മ ആയിട്ട് എന്താ ഒരേ സ്റ്റഫാ, കളർ മാത്രം കുറച്ച് വ്യത്യാസമുള്ളൂ. നീ എടുക്കില്ലെന്ന് കണ്ട് അതേപോലെ ആയി പോയത്. 500 രൂപയാ വിലന്ന്. ചെക്കാണോ? ഒരു ചെക്കാണോ ആ ഫസ്റ്റ് ട്രോയിലുള്ളത്? ഞാൻ പറഞ്ഞു നിന്നോട് അത് അതെങ്ങനെ അറിയുന്നേ? അതെനിക്കറിയില്ല. ഞാൻ താഴത്തല്ലേ, ആശ മുകളിലല്ലായിരുന്നെ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇത് ആശ എന്തായാലും ആശയ്ക്ക് ഇഷ്ടപ്പെടുന്നു, വാങ്ങണം എന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് കഴിഞ്ഞിട്ട് ആശനെ കൊണ്ട് പോയി വാങ്ങിപ്പിക്കാന്ന്. പക്ഷെ അത് കറക്റ്റോ നോക്കിയില്ലേ? അതാണ് മനപ്പുരുത്തം എന്ന് പറയുന്നത്. ഇന്ന് പലർക്കും ഇല്ലാത്ത കാര്യം. അങ്ങോട്ട് പിടിച്ച് ഇങ്ങോട്ട് വേണ്ട, ഇങ്ങനൊക്കെ ഓരോന്ന് പിടിച്ചോണ്ടിരിക്കും. പക്ഷെ പിടിക്കണം എന്നാലേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. ചേച്ചി ഈ സാരിക്ക് എത്ര വരെയാ? 1300. 1300? അയ്യോ ഒരിക്കലില്ല, 1,00,000 കുറച്ച് സാരി ഞാൻ ഇടാറില്ല. ഇത് 2,00,000. ആണോ? ഓ അപ്പൊ തന്നെ മാറ്റി ലക്ഷം. 2,00,000. 1,00,000 ഉണ്ട് വേണോ? എവിടെ?
ചന്ദനത്തിന്റെ സാരി. ചന്ദനത്തിന്റെ ആണോ ഇവിടെയുണ്ട്. ചന്ദനം ഉണ്ടെങ്കിൽ സാരിയാ കാണിച്ചു തരാം. ചന്ദനം കൊണ്ടുണ്ടാക്കിയ സാരി. കാണിച്ചു തരാം. ചന്ദനം കൊണ്ട് എങ്ങനെ സാരി ഉണ്ടാക്കി? അതിന്റെ സ്മെല്ലും ഉണ്ട്, അതിന്റെ കട്ട്സ് ഉണ്ട്. അപ്പൊ അത്ര പൂശേണ്ട ആവശ്യമില്ല, അത്ര ഇടണ്ട, സ്പ്രേ അടിക്കണ്ട. ആണോ പുറത്തേക്ക് ഇറങ്ങിയ ചന്ദനം മുടക്കും. ആണോ ആൾക്കാർ വെട്ടിക്കൊണ്ട് പോകാൻ ഭാഗ്യം. സത്യം